ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അർച്ചന വേൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിംഗ് നെക്സ്റ്റ് ആക്ഷൻ എന്താണെന്ന് നോക്കാനാണ്. അപ്പോൾ നമ്മൾ റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ കറണ്ട് ഫീലിംഗ് നോക്കുമ്പോൾ കാണാൻ സാധിക്കും നിങ്ങളുടെ പേഴ്സൺ ഇമോഷണലി അപ്സെറ്റ് ആണ് എന്നാണ്. ഇവിടെ ഇന്നത്തെ ദിവസം ഇവരുടെ എനർജി കുറച്ച് ഹെവി ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് നിങ്ങൾ ലൈറ്റായിട്ട് എന്തെങ്കിലും കാര്യം തമാശയ്ക്ക് പറഞ്ഞാൽ പോലും ഇവർക്കത് പിടിക്കത്തില്ല, ഇവർക്ക് ദേഷ്യം വരും. കാരണം എനർജി ഹെവി ആയതുകൊണ്ടാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ വളരെയധികം കൺഫ്യൂഷനിലാണ്. നിങ്ങളോട് ഭയങ്കര അട്രാക്ഷൻ ഉണ്ട്, പൊസസീവാണ്, റൊമാൻറ്റിക് എനർജി എല്ലാം ഉണ്ട്. പക്ഷേ ഇവർ ആഗ്രഹിക്കുന്ന പോലെ കാര്യങ്ങളൊന്നും വരുന്നില്ല. അത് കാരണം കൺഫ്യൂഷനിലായിട്ടിരിക്കുന്ന ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത്, വിഷമിച്ചിരിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഇമോഷണൽ ലെവലിലും മെൻ്റൽ ലെവലിലും സ്പിരിച്വൽ ലെവലിലും എല്ലാം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ട് ഒത്തിരി അട്രാക്ഷൻ വയ്ക്കുന്നു, കണക്ഷൻ വയ്ക്കുന്നു. ഇവർക്ക് തന്നെ അറിയാം നിങ്ങളുമായിട്ട് എന്തോ ഒരു കണക്ഷൻ ഉണ്ട്. അതുകൊണ്ടാണ് ഇവർക്ക് ഇങ്ങനെ ഒരു ഫീലിംഗ് അനുഭവിക്കാൻ സാധിക്കുന്നത് എന്ന് ഇവർക്ക് തോന്നുന്നു. ഭയങ്കരമായിട്ടൊരു കെയറിങ് ബോണ്ടാണ് നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോടുള്ളത്. അതുകൊണ്ട് തന്നെ ഇവർക്കറിയാം നിങ്ങളുമായിട്ട് എന്തോ ഒരു കഴിഞ്ഞ ജന്മം അടുപ്പമുണ്ട്. അതുകൊണ്ടാണ് ഈ ജന്മത്തിലും നിങ്ങളോട് ഇത്ര സ്നേഹം ഇവർക്ക് തോന്നുന്നത് എന്ന് ഇവർക്കറിയാം. ഈ ഒരു ടൈം പീരീഡിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കെയർ ചെയ്ത് വയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു. കാരണം നിങ്ങൾ ഇവരുടെ ലൈഫിൽ നിന്ന് ദൂരെ പോവാതിരിക്കാൻ ഇവർ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ടാണ് നിങ്ങളെ ഭയങ്കരമായിട്ട് കെയർ ചെയ്യുന്നതും പ്രൊട്ടക്റ്റ് ചെയ്ത് വയ്ക്കുന്നത് ഇവിടെ ഇവർ ആഗ്രഹിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കാത്തതുകൊണ്ട് ഇവർ ഇമോഷണലി അപ്സെറ്റ് ആയിട്ടാണ് ഉള്ളത് ഈ സമയം. ഇവിടെ തേർഡ് പാർട്ടിയാണ് നിങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അത് കാരണമാണ് ഇവർ ഭയങ്കരമായിട്ട് ഇമോഷണലി അപ്സെറ്റായിട്ട് കൺഫ്യൂഷനായിട്ടിരിക്കുന്നത്. ഇവിടെ ഏതോ ഒരു വ്യക്തി കാരണമാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് ബാക്ക്വേർഡ് ചെയ്യുന്നതും ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാതിരിക്കുന്നത്. ഇവരുടെ ഉള്ളിൽ നിങ്ങളോട് ഒത്തിരി സ്നേഹമുണ്ട്, നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്ത് വയ്ക്കാനും കെയർ ചെയ്ത് വയ്ക്കാനും ആഗ്രഹിക്കുന്നു. പക്ഷേ ആ ഒരു വ്യക്തി തടസ്സം നിൽക്കുന്നതാണ്, ഇവർക്ക് അതിനൊന്നും സാധിക്കുന്നില്ല. എനിക്ക് തോന്നുന്നു പാസ്റ്റ് ലൈഫ് കർമ്മ അസോസിയേറ്റഡ് ആയിട്ടുണ്ട് ആ വ്യക്തിയുമായിട്ട്. കർമ്മബലമാണ് ഇപ്പോൾ ഇവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു കൺഫ്യൂഷൻ നിറഞ്ഞ സിറ്റുവേഷനിൽ നിങ്ങളുടെ പേഴ്സൺ പുറത്ത് വരുമോ എന്ന് ചോദിച്ചപ്പോൾ ഏഞ്ചൽസ് പറഞ്ഞത് വരുമെന്നാണ്. കോൾ ചെയ്യും, മെസ്സേജ് ചെയ്യുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഈ ഒരു കൺഫ്യൂഷനിൽ നിന്ന് പുറത്ത് വന്നിട്ട് നിങ്ങൾക്ക് കോളോ മെസ്സേജോ ചെയ്യും നിങ്ങളുടെ പേഴ്സൺ. അപ്പോൾ ആരൊക്കെയാണോ നോക്കേണ്ട സിറ്റുവേഷനിലുള്ള സെപ്പറേഷനിലുള്ളത് അവരുടെയൊക്കെ പാർട്ട്ണറിൻ്റെ ആ ഒരു മെസ്സേജോ കോളോ വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ റീയൂണിയൻ്റെ ടെസ്റ്റ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, ടെസ്റ്റിംഗ് പീരീഡ് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ രണ്ടുപേരും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഇമോഷണലി അത്രമാത്രം വിഷമിക്കേണ്ട ആവശ്യമില്ല. ഉറപ്പായിട്ടും നിങ്ങളുടെ പേഴ്സൻ്റെ ആ ഒരു ടെസ്റ്റിംഗ് പീരീഡ് അവർ പാസ്സാവുകയും നിങ്ങൾക്ക് കോളോ മെസ്സേജോ ചെയ്യുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. ഇവിടെ ഇവർ വളരെ പെയിൻഫുള്ളായിട്ടുള്ള ഒരു എനർജിയിലാണ് ഉള്ളത്, സഫറിങ് ആയിട്ടുള്ള എനർജിയിലാണ് ഉള്ളത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. എന്നാലും കുഴപ്പമില്ല, നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് കോളോ മെസ്സേജോ ചെയ്യും എന്നുള്ള പ്രതീക്ഷയിൽ നിങ്ങൾ ഇരിക്കുക. കാരണം പെയിൻഫുള്ളായിട്ടുള്ള ആ ഒരു എനർജിയിൽ കൂടെ കടന്നു പോകുമ്പോഴാണ് ഒരു വ്യക്തിക്ക് തൻ്റെ ആ ഒരു സ്നേഹത്തിനെ ഓർമ്മ വരുന്നത്. അങ്ങനെ ആ ഒരു സ്നേഹത്തിന് വേണ്ടി ആക്ഷൻ എടുക്കണം, എനിക്കിനി പറ്റത്തില്ല എന്നുള്ള ആ ഒരു ചിന്ത വന്ന് ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്താണോ അതിനെ അവസാനിപ്പിച്ചിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുവർ. ഇവിടെ എങ്ങനെയൊക്കെ ആണെങ്കിലും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് ഇമോഷണലി ലവ് ഉണ്ട്, കെയർ ഉണ്ട്, പൊസസീവ് ഉണ്ട്, പ്രൊട്ടക്റ്റീവായിട്ട് നിങ്ങളെ വയ്ക്കുവാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് എനർജി. കറണ്ട് ഫീലിംഗ് എന്താണ് നോക്കാം ഇനി. കറണ്ട് ഫീലിംഗ് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്ന വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷനിലൂടെ നിങ്ങൾ രണ്ടുപേരും ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇൻറ്റ്യൂട്ടീവ്ലി ഇവർ ഭയങ്കരമായിട്ട് നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആയിട്ടാണ് ഉള്ളത്. ഇവർക്ക് ഈ ഒരു കാര്യത്തിൽ പേടിയുണ്ട്. അതായത് നിങ്ങൾ തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ചും പുറത്തു ആൾക്കാർ മോശമായ രീതിയിൽ പറയുമോ എന്നുള്ള പേടി കൊണ്ട്, അതായത് നിങ്ങൾ തമ്മിൽ നല്ലൊരു ബന്ധമായിരിക്കും, പക്ഷേ പുറമേ സംസാരിക്കുന്നത് വേറെ രീതിയിലായിരിക്കും ആൾക്കാർ തമ്മിൽ. നിങ്ങൾ തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് ആൾക്കാർ നല്ലത് മാത്രം പറയണമെന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത്. കൂടാതെ നിങ്ങൾക്ക് സപ്പോർട്ടീവായിട്ടിരിക്കാനാണ് ഇവർ ആഗ്രഹിക്കുന്നത് എപ്പോഴും. നിങ്ങളുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇവർ നിങ്ങൾക്ക് മാപ്പ് തരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. അല്ലെങ്കിൽ ഇവരുടെ ഭാഗത്താണ് തെറ്റ് സംഭവിച്ചത് എങ്കിൽ ഇവർ നിങ്ങളോട് മാപ്പ് ചോദിക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. ഒരു സമയം നിങ്ങൾ തമ്മിൽ ഉണ്ടായ മെമ്മറീസ്, അതായത് കൈപ്പേറിയതും മധുരമുള്ളതുമായ ചില മെമ്മറീസ് ഉണ്ട്, അതിനെക്കുറിച്ച് ഇവർ ഡീപ്ലി ചിന്തിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്ന ഈ ഒരു സമയം. ഇവർ ആഗ്രഹിക്കുന്നത് നിങ്ങൾ തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പിനെ നെക്സ്റ്റ് ലെവലിൽ കൊണ്ടുപോകണമെന്നാണ്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾ തമ്മിലുള്ള ആ ഒരു ബന്ധത്തിൽ എന്തെങ്കിലും ക്രിയേറ്റീവായിട്ട് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ നിങ്ങളുടെ ഇവരുടെയും ഭാഗ്യത്തിൽ ഈ ഒരു ബന്ധത്തിനൊരു നെക്സ്റ്റ് ലെവലുണ്ട് എന്ന് പ്രതീക്ഷയിലാണ് നിങ്ങളുടെ പേഴ്സൺ. അതായത് ഈ ഭാഗ്യത്തിൽ നിങ്ങളുമായിട്ട് ഒന്നാവണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ തമ്മിൽ ഒന്നാകും, നെക്സ്റ്റ് ലെവൽ വരെ പോകും എന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത്.
ഇപ്പോൾ കറണ്ട് ഫീലിംഗ് നോക്കുമ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നത്. ഇൻറ്റ്യൂട്ടീവ്ലി നിങ്ങളുമായിട്ട് ഒത്തിരി കണക്റ്റഡ് ആയിട്ടാണ് ഇവർ ഉള്ളത്. നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത് അത് തന്നെയാണ് അവരും ചിന്തിക്കുന്നത്. ആ ഒരു അവസ്ഥയിലാണ് കറണ്ട് ഫീലിംഗ് നോക്കുമ്പോൾ കാണാൻ സാധിക്കും നിങ്ങളുടെ രണ്ടുപേരെയും. അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിംഗ്. നെക്സ്റ്റ് ആക്ഷൻ എന്താണെന്ന് നോക്കാം. ഇവിടെ നെക്സ്റ്റ് ആക്ഷൻ നോക്കുമ്പോൾ 3 hours തൊട്ട് 30 hours വരെ നിങ്ങൾ തമ്മിൽ മെൻ്റൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാകുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കാരണം ഇവരുടെ എനർജി ഹെവി എനർജിയാണ്. അതുകൊണ്ട് തന്നെ മെൻ്റൽ കോൺഫ്ലിക്റ്റ് നിങ്ങൾക്കിടയിൽ ഉണ്ടാകാം. ഇപ്പോൾ ഫിനാൻഷ്യലി ഇവരുടെ പേഴ്സണൽ ലൈഫിൽ ഒത്തിരി സ്ട്രെസ് ഇവർ അനുഭവിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. വരാൻ പോകുന്ന സമയം കാരണം പൈസയുടെ ബുദ്ധിമുട്ട് ഭയങ്കരമായിട്ട് ഇവർ അനുഭവിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ 30 hours വരെ ഹെവി എനർജി ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് മാത്രമേ നിങ്ങൾക്കൊരു ക്ലാരിറ്റി ലഭിക്കുകയുള്ളൂ നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്തുനിന്ന് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കാരണം 30 hours ഇവർ ഭയങ്കര ഹെവി എനർജിയിലായിരിക്കും. പിന്നെ ക്ലൻസ് ഔട്ടായി ഇവർക്ക് പിന്നെ നല്ല ഒരു പോസിറ്റീവ് എനർജിയിലേക്ക് ഇവർ വരും. ഈ ഒരു ടൈം പീരീഡിൽ നിങ്ങളുടെ പേഴ്സൻ്റെ ഹെൽത്തും വളരെ മോശമാകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. എന്തെങ്കിലും രീതിയിലുള്ളൊരു ഹെൽത്ത് ഇഷ്യൂ ഇവർക്ക് അനുഭവിക്കേണ്ടി വരുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. ഈ ഒരു ടൈം പീരീഡിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്തോ ഒരു ഡിസിഷൻ ഇവർ എടുക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. ഇവിടെ തേർഡ് പാർട്ടി കാരണമാണ് ഇവർ ഇത്രമാത്രം സഫറിങ് അനുഭവിക്കുന്നതും കൺഫ്യൂഷനിലാകുന്നതും എല്ലാം. ഒറ്റയ്ക്ക് താമസിക്കാനോ ഒറ്റയ്ക്ക് ഇരിക്കാനോ ശ്രമിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്ന ഈ ഒരു ടൈം പീരീഡിൽ. അതായത് ആരുമായിട്ടും സംസാരിക്കാതെ ഒറ്റയ്ക്ക് ഇരിക്കണം എന്നുള്ള തോന്നൽ ഇവരുടെ മനസ്സിൽ വന്നുകൊണ്ടിരിക്കുക ഈ ഒരു ടൈം പീരീഡിൽ. ഇവിടെ തേർഡ് പാർട്ടി കാരണം എന്തോ ഒരു മെൻ്റൽ കോൺഫ്ലിക്റ്റ് നിങ്ങളുടെ പേഴ്സൺ അനുഭവിക്കേണ്ടി വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഈ വരാൻ പോകുന്ന 30 hours. അതായത് തേർഡ് പാർട്ടി ഇവർക്ക് എന്തോ ഒരു ട്രിഗറിൽ കൊടുക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ തേർഡ് പാർട്ടിയോടാണ് നിങ്ങളുടെ പേഴ്സൺ ഭയങ്കരമായിട്ട് ഹെവി എനർജി കാണിക്കുന്നത്. കാരണം 30 hours മെൻ്റൽ കോൺഫ്ലിക്റ്റിലൂടെ ആയിരിക്കും ഇവർ കടന്നു പോകുന്നത്. 30 hours കഴിയുമ്പോൾ ഇവരുടെ എനർജിയിൽ മാറ്റം വരും, ബാലൻസ് ഔട്ട് ആകും എന്നാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ 30 hours ഹെവി എനർജിയാണ് ഞാൻ പറഞ്ഞല്ലോ. അത് കഴിഞ്ഞ് ലൈറ്റ് എനർജിയിലോട്ട് വരികയുള്ളൂ നിങ്ങളുടെ പേഴ്സൺ. അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ നെക്സ്റ്റ് ആക്ഷൻ. ഇനി ഏഞ്ചൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം നമുക്ക്. ഇവിടെ ഏഞ്ചൽസ് പറയുന്നത് നിങ്ങൾക്കിടയിലുള്ള ആ ഒരു പ്രോബ്ലംസ് എല്ലാം ബാലൻസ് ഔട്ട് ആകുന്നതാണ്. പക്ഷേ നിങ്ങൾ കുറച്ചൊന്ന് പ്രതീക്ഷ വച്ച് കാത്തിരിക്കേണ്ടതാണ് നിങ്ങളുടെ പേഴ്സണിൽ. ഇവിടെ നിങ്ങൾ കോണ്ടാക്റ്റിൽ ഉള്ളവരാണ് എങ്കിൽ ഇവരുമായിട്ട് ആവശ്യമില്ലാതെ വഴക്കിടാൻ പോകരുത്. ഹെവി എനർജി ഉള്ള സമയത്താണ് എപ്പോഴും നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടാവുന്നത്. അതുകൊണ്ടാണ് ഏഞ്ചൽസ് പറയുന്നത് ആവശ്യമില്ലാതെ അവരോട് വഴക്കിടാൻ പോകരുത് എന്ന്. ഇവിടെ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലുള്ളവർക്ക് യൂണിയൻ ഉറപ്പായിട്ടും സംഭവിക്കുന്നതാണ്. കോണ്ടാക്ട് സിറ്റുവേഷനിലുള്ളവരുടെ ആൾക്കാരുടെ പേഴ്സൻ്റെ എനർജി 30 hours കഴിയുമ്പോൾ ലൈറ്റ് ആവുകയും ചെയ്യുന്നതാണ് എന്നാണ് ഏഞ്ചൽസ് പറയുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിംഗ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു ഇന്നത്തെ റീഡിങ്ങിലൂടെ. ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ. ഓം നമഃ ശിവായ. താങ്ക് യു സോ മച്ച്.